തമാശക്കാണെങ്കിൽ പോലും നമ്മൾ കത്തിയെടുത്ത് ഇപ്പൊ കുത്തിക്കളയും. ഇതൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അന അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹമല അലൈനാ അസ്സലാഹ ഫലൈസ മിന്നാ. അല്ലാഹു അലം. പടച്ചോ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നമുക്കെതിരിലായി എന്ന ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തിനെടുക്കാം. ആലോചിക്കേ, ഇന്നും ആരെയെ വെട്ടിക്കൊന്നെന്ന് പറയുന്ന കേട്ട് പത്രത്തിൽ കണ്ടേ. മനുഷ്യന്മാർ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോയിട്ട് വന്ന് ആരെയെ കൊന്നു. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കി നോക്കിക്കേ, തമാശയ്ക്ക് നമുക്കെതിരിൽ ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തെടുക്കാം. കുത്തൂടാ ഞാൻ ഇല്ലേ, കത്തിയെടുത്ത് കുത്തിക്കളയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇന്നലെ കണ്ട ഒരു വാപ്പ തന്റെ കുഞ്ഞിനെ വീടിന്റെ മുകളിൽ കെട്ടിയിട്ട് കത്തി വെച്ചിരിക്കുക, കഴുത്തിൽ ചെറിയ കുട്ടിയെ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുകയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അൻ അബീ മൂസാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറ അഹദുക്കും ഫീ മസ്ജിദിനാ ഔ ഫീ സൂഖിനാ വമഅഹു നബ്ലുൻ ഫൽയുംസിക് അലാ നിസാലിഹാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിലൂടെയോ അങ്ങാടിയിലൂടെയോ ആരെങ്കിലും അമ്പുമായി കടന്നു പോകുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ട് ഒരു പരിക്കും പറ്റാതിരിക്കാൻ അതിന്റെ മൂർച്ചയുള്ള ഭാഗം വായ്ത്തല കൊണ്ട് മറച്ചു പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ പള്ളിക്കകത്തൂടെ നടന്നു പോകുന്ന ആ കാലഘട്ടം, അന്ന് അമ്പ് മനുഷ്യർ കരുതാറുണ്ട്. അപ്പൊ അമ്പ് ഇങ്ങനെ കൊണ്ട് പള്ളിക്കകത്തൂടെ പോകുമ്പോ, അല്ലെങ്കിൽ കമ്പോളത്തിലൂടെ പോകുമ്പോ അതിന്റെ അഗ്രഭാഗം കൊണ്ട് ആരെങ്കിലും ഒന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിലൊന്ന് കൊള്ളുകയോ ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ട് നടന്നു പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ മേൽ ആയുധം എടുക്കാൻ പാടില്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ മറച്ചു വെച്ചിട്ട് പോകണം. അതിന്റെ വായ്ത്തര കൈകൊണ്ട് മറച്ചു പിടിക്കട്ടെ. ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഒരു കത്തിയാകട്ടെ, എന്തുമാകട്ടെ, ഒരു കമ്പിയാകട്ടെ, ഒരു ആയുധമാകട്ടെ, അതിങ്ങനെ അതിന്റെ അഗ്രഭാഗം കൊണ്ട് പോലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല. അത് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടുപോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ലാ യുസീറു അഹദുക്കും അലാ അഖീഹി ബിസ്സിലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ തന്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടരുത്. നിങ്ങൾ ഒരാളും മറ്റൊരു മുസ്ലിമിന്റെ നേരെ, അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, ആയുധം ചൂണ്ടരുത്. നിശ്ചയമായും അവൻ അറിയാതെ പിശാച് അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴൊക്കെ എടുത്ത് തമാശയ്ക്ക് കാണിക്കുന്നതാ, പിന്നെ അങ്ങ് കാര്യമാകും. കളിക്കുന്ന കാര്യം പിന്നെ അവസാനം കാര്യമായി മാറും. ശൈത്താൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല അബൂ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും ഇരുമ്പ് ആയുധം തന്റെ സഹോദരന്റെ നേരെ ചൂണ്ടിക്കാണിച്ചാൽ, കത്തിയും കമ്പിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തന്റെ സഹോദരന്റെ നേരിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവനത് ഉപേക്ഷിക്കുന്നതുവരെ മലക്കുകൾ അവനെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു തമാശ എന്ന രീതിയിലാണെങ്കിലും ആയുധമെടുത്തിട്ട് നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമിന്റെ നേരെ നീ ഇങ്ങനെ ചൂണ്ടിയാൽ, അത് എപ്പോഴാണോ നീ താഴ്ത്തി വെക്കുന്നത് അതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കും. അവൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആ മലക്കുകളുടെ ശാപം കിട്ടുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കത്തിയെടുത്തിങ്ങനെ നീട്ടി കാണിച്ചാൽ ആ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അള്ളാഹുവിന്റെ മലക്കവനെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും നിങ്ങൾ ആയുധം ചൂണ്ടാൻ പാടില്ല. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, പരിഹാസം പാടില്ല.
തമാശയിൽ പരിഹാസം പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യർതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ. പരിഹസിക്കുന്നവരുണ്ടല്ലോ, അതാ നിന്റെ കൂട്ടുകാരെയും നിന്റെ കുടുംബക്കാരെയും നിന്റെ കൂടപ്പിറപ്പുകളെയും തമാശ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ടല്ലോ, അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിശ്വസിച്ച വിഭാഗമേ, ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറാ. ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെക്കാൾ നല്ലവരായിരിക്കാം. നീ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. കാരണം നിന്നെക്കാൾ മഹത്വമുള്ളവരായിരിക്കാം അവർ. അതുകൊണ്ട് പരിഹസിക്കരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു സത്യവിശ്വാസി മറ്റൊരാളെ അവിടുന്ന് കളിയാക്കാൻ പാടില്ല. പടച്ചവനെ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവേ പശ്ചാത്തപിക്കാത്ത പക്ഷമുണ്ടല്ലോ, അങ്ങനെ ചെയ്തു പോയിട്ടുള്ളവർ അല്ലാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാത്ത അവസ്ഥ വന്നാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണെന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട്